സ്വർഗം ഗൈബിയായ ഒരു ലോകമാണ്, കണ്ണുകളെ കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ലോകമാണ്. സ്വർഗം നമ്മുടെ സെൻസുകൾക്ക് അതീതമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന വഹയിന്റെ വെളിച്ചത്തിലൂടെ അല്ലാതെ സ്വർഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. യുഅ്മിനൂന ബിൽ ഗൈബ്, സത്യവിശ്വാസികൾ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, ഗൈബുള്ളവരാണ്, ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, കാണാത്ത ലോകത്തെ വിശ്വസിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? ആ ലോകം കണ്ടുവന്ന ഒരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ലോകത്തെ സംബന്ധിച്ച് ദിവ്യമായ വെളിപാടുകൾ ലഭിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നതിന്റെ പേരിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണ്. മിഅ്റാജിന്റെ രാവിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശലോകത്തേക്ക് ഉയർന്നു പോവുകയും ഹബീബായ തങ്ങൾ സ്വർഗലോകം കടക്കുകയും സ്വർഗത്തിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ സമയത്തു ഖശ്ഫ, ഞാൻ എന്റെ പിറകിൽ ഒരു കാലൊച്ച കേട്ടു എന്ന് റസൂലുള്ളാഹി. കാലൊച്ച കേട്ടു. ഞാൻ നോക്കുമ്പോൾ ഫഇദാ ഹുവ ബിലാൽ, ബിലാലേ അത് നിങ്ങളായിരുന്നുവെന്ന്. മദീനയിൽ അന്ന് ജീവിച്ചിരിപ്പുണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ഞാൻ നിങ്ങളവിടെ കണ്ടു ബിലാലേ. ബിലാലേ, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഈ മഹാപ്രതിഫലം, സബഖ്തനി ഇലൽ ജന്നതി യാ ബിലാൽ, ബിലാലേ എന്നെക്കാളും മുമ്പ് നിങ്ങൾ സ്വർഗ്ഗത്തിലെത്തുമല്ലോ, എത്തിയല്ലോ. അത് സബ്ഖ് ഖിദ്മ, ഒരു VIP ഗസ്റ്റ് വരുമ്പോ ഖിദ്മത്തിന്റെ ആളുകൾ ആദ്യം പോകുന്ന, എന്നിട്ട് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടാ ശൈഖന്മാര് വരിക അല്ലെ, അല്ലെങ്കിൽ ഗസ്റ്റുകൾ വരിക എന്ന പോലെ സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുന്നത് നബി തന്നെയാണ്. അതുമായി ഇതിന് വൈരുദ്ധ്യമില്ല. പക്ഷേ സ്വർഗം ഒരുക്കി വെക്കാൻ ബിലാൽ ഇബ്നു റബാഹ് എന്നവർ ഹബീബിന്റെ മുമ്പ് കടക്കുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ നിങ്ങൾ അങ്ങനെ വരാൻ കാരണം? എന്തേ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? ഇത് പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ മാ തവല്ലഅതു വുദൂഅൻ, ഞാൻ എപ്പോൾ വുദൂ എടുത്തിട്ടുണ്ടോ, എപ്പോൾ വുദൂ എടുത്താലും അല്ലാഹുവിന് വേണ്ടി എനിക്ക് കഴിയുന്നത്ര സുന്നത്തുകൾ നിസ്കരിക്കാത്ത വുദൂ ഇല്ല നബിയേ, ഞാൻ എപ്പോഴും വുദൂയിലാണ്. അതുതന്നെയാണ് ബിലാലേ നിങ്ങൾക്ക് സ്വർഗപ്രവേശം വളരെ പെട്ടെന്ന് കിട്ടാൻ കാരണമെന്ന് റസൂലുള്ളാഹി. ദുനിയാവെന്ന് സ്വർഗം നിന്ന് കിട്ടിപ്പോയ സന്തോഷ വാർത്ത കിട്ടിയ മഹത്തുക്കളിൽ ഒരാൾ അശറത്തുൽ മുബശ്ശരീനുണ്ട്. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. മഹാനായ ഇമാമുന ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി 10 പേരെ ഒരു ഇരുത്തത്തിൽ നബി തങ്ങൾ പറഞ്ഞ 10 പേർ പല തവണകളായി ഒരുപാട് ആളുകൾക്ക് വേറെയും സ്വർഗ്ഗപ്രവേശം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ ഇരുത്തത്തിൽ നബി തങ്ങൾ പറഞ്ഞ 10 പേർ, അവരാണ് നമ്മൾ അശ്റ അൽ മുബശ്ശരീൻ എന്ന് പറയാം. മൗലായൊക്കെ ചൊല്ലല്ലേ രസമായിട്ട്? റമളാന്റെ ക്ഷീണുണ്ടോ എല്ലാവർക്കും? سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي حبيبك خير الخلق كلهم. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي على حبيبك خير الخلق كلهم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي على حبيبك خير الخلق كلهم. പരിശുദ്ധമായ ഉഹദ് രണാങ്കണം കഴിഞ്ഞപ്പോ പരിശുദ്ധമായ ഉഹദിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറയാറുണ്ട്, ഉഹദ്
യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഉഹദ് മലയോട് നമ്മോട് സ്നേഹമുണ്ട്, നമുക്ക് ഉഹദിനോട് സ്നേഹമുണ്ടെന്ന് ഹബീബായ തങ്ങൾ പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദിന്റെ ശുഹദാക്കളിലുണ്ട് മഹാനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ സഅദ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, സഅദേ, ഷഹീദായി കിടക്കുന്ന അനസ് ഇബ്നു നദർ ഉണ്ടോ എന്ന് നോക്കണം. അനസ് ഇബ്നു നദർ അവിടെ ബാക്കിയുണ്ടോ എന്ന് ചെന്ന് നോക്കണം. എങ്ങാനും ജീവനോടെ ബാക്കിയിരിപ്പുണ്ടെങ്കിൽ ചോദിക്കണം, കൈഫ തജിദുക യാ അനസ്, അനസ് ഇബ്നു നദറേ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണം. വഅബ്ലഗുഹു മിന്നിസ്സലാം, എന്റെ ഒരു അസ്സലാമു അലൈക്കും എന്ന് അവരോട് പറയണം. സഅദേ, സഅദ് റളിയല്ലാഹു അൻഹു ഉഹദ് രണാങ്കണത്തിലെ ശുഹദാഇന്റെ ഇടയിലൂടെ ഇങ്ങനെ നോക്കുന്നു. എവിടെയാണ് അനസ് ഉള്ളത്? അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ഒരിടത്ത് മരണത്തോടെ മല്ലടിക്കുകയാണ്. ഷഹാദത്തിന്റെ ചിറകേറി സ്വർഗലോകത്തേക്ക് പറക്കാനിരിക്കുകയാണ്. ഓടി വന്നുകൊണ്ട് ചോദിച്ചു, യാ അനസു, അനസ് എന്നവരെ, ഇന്ന റസൂലല്ലാഹി യുഖ്രിഉക അസ്സലാം, അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ട്. യുഖ്രിഉക അസ്സലാം, കൈഫ തജിദുക, നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്തുണ്ട് വിവരമെന്ന്, എന്താണ് വിശേഷമെന്ന് ചോദിക്കുന്നുണ്ട്. അനസേ, എന്താണ് നിങ്ങളുടെ വിവരം? പറയുന്നു, അബ്ലിഗുഹു മിന്നിസ്സലാം, നബിയോട് എന്റെ സലാം പറയണേ. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയണേ. വഇന്നീ ലഅജിദു റീഹൽ ജന്നഹ്, വഇന്നീ ലഅജിദു റീഹൽ ജന്നഹ് മിൻ സൗബി ഉഹദ്. ഉഹദിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് സ്വർഗത്തിന്റെ വാസന വരുന്നുണ്ട് എന്ന് നബിയോട് പറയണം. സഅദേ, ഉഹദിൽ കിടക്കുമ്പോൾ സ്വർഗം വാസനിച്ചു പോയ സ്വഹാബികളുണ്ട്. സ്വർഗത്തിന്റെ വാസന ഉഹദിന്റെ മുറ്റത്തേക്ക് വന്നിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. സ്വർഗത്തിന്റെ വാസന ഞാൻ അറിയുന്നു, നബിയോട് പറയണം. ഷഹീദാകാൻ പോകുന്ന ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ അറിയിച്ചുപോയി, സ്വർഗം ഞാൻ അനുഭവിച്ചു പോകുന്നു. അല്ലാഹുവേ, അങ്ങോട്ടെത്താൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ തമ്പുരാനെ. സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു അന്നൊരു യുദ്ധത്തിലാണ്, നോമ്പുകാരനാണ്. 2-3 ദിവസമായി ഉറങ്ങിയിട്ട് കൂട്ടുകാരൻ പറഞ്ഞു, സഈദ്, ഒരുപാടായില്ലേ നിങ്ങൾ ത്യാഗം ചെയ്യുന്നു, ഒന്ന് ഉറങ്ങിക്കൂടെ, കുറച്ചൊരൽപ്പം ഉറങ്ങിക്കൂടെ? യുദ്ധത്തിനൊക്കെ ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടി കുറച്ചൊന്ന് ഉറങ്ങിക്കൂടെ? സഈദ് റളിയല്ലാഹു അൻഹുവിനോട് കൂട്ടുകാരൻ ചോദിച്ചു. എന്നാ ഞാൻ കുറച്ച് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു. ഉറങ്ങാൻ കിടന്നു. ഉറങ്ങാൻ കിടക്കുമ്പോ മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ലാ യാ ഐനാ ഉമറുനിയ, ലാ യാ ഐനാ ഉമറുനിയ, ലാ യാ ഐനാ ഉമറുനിയ. ഇല്ല ഇല്ല, വേണ്ട വേണ്ട, ഐനാ വേണ്ട, ഐനാ വേണ്ട, ഐനാ. ഇത് കേട്ടപ്പോ കൂട്ടുകാരൻ തട്ടി വിളിച്ച് ചോദിച്ചു, അല്ല സഈദ്, എന്താണ് ഈ പറയുന്നത്? ആരെയാ വിളിക്കുന്നത്? പെണ്ണിന്റെ പേരാണല്ലോ വിളിച്ചത്. ഐനാ ഉമറുദിയ, ആരെയാണ് ഈ വിളിക്കുന്നത്? കൂട്ടുകാരനോട് പറയുന്നു, കൂട്ടുകാരാ, റഅയ്തു റുഅ്യാ, ഞാനൊരു സ്വപ്നം കണ്ടു. സ്വാലിഹീങ്ങൾ കാണുന്ന സ്വപ്നങ്ങളിൽ അർത്ഥമുണ്ട്. ഞാനൊരു സ്വപ്നം കണ്ടു. എന്റെ അരികത്തേക്ക് ഹൂരികളിൽപ്പെട്ട സ്വർഗീയ സുന്ദരിമാരിൽപ്പെട്ട ഒരു പെണ്ണ് കടന്നു വരുന്നു. എന്നെ കാണുന്നു, എന്നോട് ചോദിക്കുന്നു, സഈദ്, ഇങ്ങോട്ട് പോരാ നേരമായില്ലേ? തുഫ്തിറു ഇൻദനാ, ഞങ്ങളുടെ അടുത്ത് വന്ന് നോമ്പ് തുറക്കുന്നില്ലേ? നീ ആരാണ്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗീയ ഹൂറിയാണ്. എന്റെ പേര് ഐനാ ഉമറുദിയ എന്നാണ്. ആ ഐനാ ഉമറുദിയെ സഈദ് റളിയല്ലാഹു അൻഹു കണ്ണുകൊണ്ട് കാണുന്നു. ചോദിക്കുന്നു, നീ എന്റെ ഭാര്യയാണെങ്കിൽ അരികത്ത് വന്നിരിക്കെ. ഇല്ല സഈദേ, മാസിൽത ഫിദ്ദുന്യ, നിങ്ങൾ ഇപ്പോഴും ദുന്യാവിലാണ്, നിങ്ങൾ മരിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് തൊടാൻ സമയമായില്ല. 3 ദിവസം കൂടെ കാത്തിരിക്കണം. 3-ാമത്തെ നാൾ നിങ്ങൾ മരിക്കും. അന്ന് നോമ്പ് തുറക്കുന്നത് ഞങ്ങളുടെ അരികത്ത് വെച്ചാണ്. അവള് പോകുമ്പോഴാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്, പോവല്ല ഐനാ ഉമറുദിയ, ലാ യാ ഐനാ ഉമറുദിയ, ലാ യാ ഐനാ ഉമറുദിയ, നീ പോവല്ലേ പോവല്ലേ എന്ന് സഈദ് റളിയല്ലാഹു അൻഹു. അപ്പോഴാ നിങ്ങൾ എന്നെ വിളിച്ചത്.
ഈ സ്വപ്നം ഞാൻ മരിക്കുന്നവരെ ആരോടും പറയരുത് എന്ന് സഈദ് റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളൊക്കെ അങ്ങനെയാണ്, വല്ല കറാമത്തുകളുണ്ട്. കാനൂ യുഖ്ഫൂന കറാമാതിഹിം വകാനൂ അശദ്ദ ഹയാഅൻ. അവരെ അത്ഭുതങ്ങൾ ഉണ്ടായാൽ പറയൂല, പറയരുത് എന്ന് പറയും. മരിച്ചതിന് ശേഷം പറഞ്ഞു എന്ന് പറയും, ജീവിച്ചിരിക്കുന്ന കാലത്ത് പറയാൻ വിടൂല. അതാണ് അതിൻ്റെ ഏറ്റവും നല്ല ശൈലിയും രീതിയും. അങ്ങനെയാണ് വേണ്ടത്. സഈദ് റളിയല്ലാഹു അൻഹു നോമ്പെടുക്കുന്നു. യുദ്ധത്തിൽ നോമ്പുകാരനാണ്. 3-ാമത്തെ ദിവസം നോമ്പുകാരനാണ്. ആ സ്വപ്നത്തിൽ കണ്ടത് പ്രകാരം ഇന്നാണ് സ്വർഗത്തിലേക്കുള്ള യാത്ര. അന്നും യോദ്ധാവാണ്. സഈദ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ നോമ്പുകാരനായി യുദ്ധം ചെയ്യുമ്പോ സൂര്യാസ്തമയത്തിന്റെ മുമ്പാണ് ഒരു അമ്പ് തറക്കുന്നത് കഴുത്തിൽ. മഹാനായ സഈദ് റളിയല്ലാഹു അൻഹുവിനോട് നോമ്പ് മുറിക്കാൻ വേണ്ടി പറഞ്ഞു, കൂട്ടുകാരൻ വെള്ളം തരട്ടെ. എനിക്ക് വേണ്ട, ഇന്നെന്റെ നോമ്പ് തുറ സ്വർഗലോകത്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ഐനാ മർദിയ എന്നെ നോമ്പ് തുറക്കാൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. നോമ്പുകാരനായി നോമ്പ് നോച്ച് ആ പറഞ്ഞ പ്രകാരം 3-ാമത്തെ ദിവസമാണ് മഹാനവറുകൾ സൂര്യാസ്തമയത്തിന്റെ മുമ്പ് ലോകത്തോട് വിട പറയുന്നത്. ആരെയാണോ നാളെ സമീപിക്കാൻ പോകുന്നത് ആ സ്വർഗീയ സഹധർമ്മിണിയെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര വലിയ സൗഭാഗ്യമല്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. വഹുവ സ്വായിം, നോമ്പുകാരനായിരുന്നുവല്ലോ. മഹാനവറുകൾ വല്ലദീ തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നാണം കുണുങ്ങുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അന്നത്തെ രാഷ്ട്രീയ കാബാലികന്മാർ മഹാനവറുകളുടെ വീട്ടിലേക്ക് ഇരച്ചു കയറി വരുമ്പോ മഹാനവറുകളുടെ പ്രിയപ്പെട്ട ഭാര്യ അവിടുന്ന് പറയുകയുണ്ടായി, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ജീവിച്ച് നടന്ന ഹബീബിന്റെ 2 പെൺമക്കളെ കല്യാണം ചെയ്തു കൊടുത്ത ഹബീബിന്റെ സ്വഹാബിയെ നിങ്ങൾ കൊല്ലുകയാണോ? ഉസ്മാൻ തങ്ങളോട് സ്വഹാബികൾ പറഞ്ഞു, ഉസ്മാൻ എന്നവരെ, നിങ്ങളൊരു ചെറിയ സൂചന തന്നാൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം പടപൊരുതാം, യുദ്ധം ചെയ്യാം, നിങ്ങൾക്ക് പ്രതിരോധം തീർക്കാം, പ്രൊട്ടക്ഷൻ തരാം. ഉസ്മാൻ തങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? എനിക്ക് വേണ്ടി നിങ്ങളാരും മരിക്കണ്ട. റഅയ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, ഹബീബിനെ ഞാൻ ഇന്നലെ കണ്ടു. എന്റെ ഹബീബ് എന്നോട് ചോദിച്ചു, ഉസ്മാനേ തുഫ്തിറു ഇൻദനൽ യൗം, നിങ്ങളുടെ നോമ്പെടുത്തിട്ട് ആ നോമ്പ് മുറിക്കുന്നത് എന്റെ അരികത്താവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? എന്റെ അരികത്തേക്ക് പോരുന്നില്ലേ നോമ്പ് മുറിക്കാൻ? നോമ്പുകാരനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിലേക്ക് കഠാര ഇറങ്ങുമ്പോ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കുതിച്ചത്, എന്റെ ഹബീബിന്റെ കൂടെ നോമ്പ് തുറക്കാൻ ഞാൻ പോവുകയാണ്, എന്തിന് വിഷമിക്കണം? സ്വർഗം കണ്ടുകൊണ്ടുപോയി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ട് ഉമ്മു സുലൈം, ഉമൈസാ ബീവി റളിയല്ലാഹു അൻഹ. ഉമ്മു സുലൈം ബീവി പ്രിയപ്പെട്ട കൊച്ചുമോൻ മരണപ്പെട്ടപ്പോഴാണ്, ചെറിയ കുഞ്ഞുമോൻ മരണപ്പെട്ടപ്പോഴാണ് സ്വന്തം ഭർത്താവിനോട് അറിയിക്കാതെ വിഷമിപ്പിക്കാതെ ക്ഷമയോടുകൂടെ ഒരു ഉമ്മാക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി. കുഞ്ഞു മരിച്ചാൽ എങ്ങനെയായിരിക്കും? ഭർത്താവിനെ അറിയിക്കാതെ ക്ഷമിച്ച് ആ രാത്രിയിൽ ഭർത്താവിന്റെ കൂടെ ശയിച്ച് പിറ്റേന്ന് രാവിലെയാണ് മോൻ മരിച്ച വിവരം പറഞ്ഞത്. ചരിത്രം നമുക്കറിയാം. ഉമൈസാ ബീവി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പോയപ്പോൾ പറഞ്ഞുവല്ലോ, ഞാൻ കണ്ടു ഉമൈസാ, ഞാൻ കണ്ടു ഇംറഅത അബീ തുൽഹ, അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കണ്ടു. എന്താണ് ഇവിടെ പ്രത്യേകത? അസ്വാബിറത്തുൽ ആബിദ, നന്നായി ക്ഷമിച്ചിരുന്ന, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്ന ഒരു മഹദിയെ സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടു. അവര് ഭൂമിയിൽ ജീവിച്ചിരിക്കെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ സൗഭാഗ്യങ്ങളല്ലേ, വലിയ ഭാഗ്യമല്ലേ? ഇവിടുന്ന് അറിഞ്ഞു ഡെസ്റ്റിനേഷൻ സ്വർഗമാണ്. ഹബീബായ നബി തങ്ങൾക്കൽപ്പം ഭക്ഷണവുമായി കയ്യിലെടുത്ത് വരുന്നു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ഹബീബിന് വേണ്ടി ഭക്ഷണം കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഭക്ഷണം കയ്യിൽ. കറിയാണോ അല്ല ഭക്ഷണമാണോ, റിവായത്തുകളിൽ വ്യത്യാസമുണ്ട്.
ബീവിയുടെ കയ്യിലൊരു ഭക്ഷണമുണ്ട് നബിക്ക്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് പറഞ്ഞു, നബിയേ ഇന്നല്ലാഹ യുഖ്രിഉക സലാം, അങ്ങയോട് അല്ലാഹു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിരിക്കുന്നു നബിയേ, അല്ലാഹുവിന്റെ സലാമുണ്ട്. വഇന്നല്ലാഹ യുഖ്രിഉ ഖദീജ, ഖദീജ ബീവിയോടും അല്ലാഹു അസ്സലാമു അലൈക്കും എന്ന് ബീവിയോട് പറയുന്നുണ്ട്. وبشرها بجنة من قصب لا نصب فيها ولا وصب. ഖദീജ ബീവിക്ക് അല്ലാഹു തആല മുത്തുകളാൽ നിർമ്മിതമായ ഒരു കൊട്ടാരം നൽകുന്നുണ്ട് എന്ന് പറയണം. മിൻ ഖസബ് ലുഅത്തിൻ മുജവ്വഫ, മനോഹരമായ മുത്തുകളെ കൊണ്ടുണ്ടാക്കിയ ഒരു സ്വർഗ്ഗലോകം ഖദീജ ബീവിക്ക് അല്ലാഹു കൊടുക്കാൻ പോകുന്നുവെന്ന് പറയണേ നബിയേ. ലാ സഖബ ഫീഹാ വലാ നസബ്, ആ വീട്ടിൽ കയറിയാൽ അവിടെ ബഹളങ്ങൾ കേൾക്കേണ്ടി വരില്ല, അവിടെ ക്ഷീണമില്ല, വിഷമമില്ല. അങ്ങനത്തെ ഒരു വീട് ഖദീജ ബീവിക്കുണ്ട് എന്നും പറയണം നബിയേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ തങ്ങളോട് ഖദീജ ബീവിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. മഹദിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ജീവിച്ചവരെ കാത്തിരിക്കുന്നത് റബ്ബിന്റെ സ്വർഗ്ഗലോകമാണ്. ഫീഹാ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നബി തങ്ങൾ മുഖം വലിക്കുന്നത്. മുഖത്തേക്ക് എന്തെങ്കിലും വരുമ്പോഴേക്കും മുഖം നമ്മൾ രക്ഷിക്കാൻ വേണ്ടി മാറ്റുന്ന പോലെ ഹബീബായ തങ്ങൾ അങ്ങനെ മാറ്റിയപ്പോ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ എന്തേ അങ്ങനെ ചെയ്യാൻ കാരണം? എന്തു പറ്റി? എന്താണ് സംഭവിച്ചത് നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് നിന്ന് ഒരു മുന്തിരിയുടെ കുല എന്റെ മുമ്പിലേക്ക് അല്ലാഹു കൊണ്ടുതന്നു. ആ മുന്തിരിക്കുല ഞാൻ എടുക്കുകയായിരുന്നുവെങ്കിൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കും അത് തന്നെ മതിയായിരുന്നേനെ. ഞാനത് കണ്ടു, ഞാനന്ന് എടുത്താലോ എന്ന് ഞാനന്ന് ചിന്തിച്ചു പോയി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗലോകത്തിന്റെ ഒരംശം അല്ലാഹു ഭൂമിയിൽ ബാക്കി വെച്ചു പോയിട്ടുമുണ്ടല്ലോ. സ്വർഗ്ഗലോകത്തിന്റെ രണ്ടംശങ്ങൾ ഭൂമിയിലുണ്ട്. ഒന്ന്, നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ഇബാദത്തിന് വേണ്ടി നടന്നിരുന്ന ഭൂമി ഏതോ? മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്നഹ്, എന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗീയ പൂങ്കാവനമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. വിശുദ്ധമായ മദീനയിലെ റൗള, ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ ഖബർ ഷരീഫിനരികത്തുള്ള ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് മിഹ്റാബിലേക്ക് ഏറ്റവും കൂടുതൽ നിസ്കാരത്തിന് നടന്നിരുന്ന ആ ഭൂമിയാണ് അല്ലാഹു സ്വർഗ്ഗത്തിന്റെ മണ്ണായി പ്രഖ്യാപിച്ചത്. അത് സ്വർഗ്ഗത്തിന്റെ കഷ്ണമാണ്. ഹജറുൽ അസ്വദ് യാഖൂതത്തും മിൻ യവാഖീതിൽ ജന്നഹ്, സ്വർഗ്ഗത്തിന്റെ മനോഹരമായ കല്ലുകളിൽ, മരതകങ്ങളിൽ ഏറ്റവും നല്ല കല്ലാണ്, സ്വർഗ്ഗത്തിന്റെ മുത്തുകളിൽപ്പെട്ട മുത്താണ് ഹജറുൽ അസ്വദ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഖാം ഇബ്രാഹിമിനെ സംബന്ധിച്ചും അങ്ങനെ അഭിപ്രായമുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചവിട്ടി നിന്ന് ഇബ്രാഹിം നബിയുടെ കാലടിയാളങ്ങൾ പതിഞ്ഞിട്ടുള്ള ആ കല്ല് സ്വർഗ്ഗത്തിന്റെ കല്ലാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 3 സ്വർഗീയ കഷ്ണങ്ങളാണ് ഈ ഭൂമിയിൽ അല്ലാഹു നമുക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. അല്ലാഹു അവിടങ്ങൾ കാണാനും തൊടാനും മുത്താനും അവിടങ്ങൾ എത്തിപ്പെടാനുമുള്ള തൗഫീഖ് ഒരുപാട് നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗലോകം മനോഹരമായി വിവരിച്ചു തന്നിട്ടുണ്ട്. ഇന്ന ഫിൽ ജന്നതി ലഗുറഫാ യുറാ ളാഹിറുഹാ മിൻ ബാതിനിഹാ വബാതിനുഹാ മിൻ ളാഹിരിഹാ. സ്വർഗ്ഗലോകത്ത് ചില റൂമുകളുണ്ട്. പുറത്തുനിന്ന് നോക്കിയാൽ അതിന്റെ ഉള്ളകം കാണാം, ഉള്ളെന്ന് നോക്കിയാൽ അതിന്റെ പുറം ഭാഗവും കാണാം. നമുക്കൊരു റൂമിന്റെ അകത്തിരുന്നാൽ അതിന്റെ ഉള്ളിലുള്ള വോൾ മാത്രമേ കാണാൻ പറ്റൂ, അതിന്റെ പുറം കാണാൻ കഴിയില്ല. പുറത്തിറങ്ങിയാൽ അകത്തെ റൂമിന്റെ സൈഡ് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ സ്വർഗ്ഗലോകത്ത് ഇങ്ങനെ ചില മനോഹരമായ വീടുകൾ ഉണ്ടെന്നാണ്. അപ്പൊ അങ്ങനെ ആലോചിക്കും, അങ്ങനെയാണെങ്കിൽ നാട്ടുകാരൊക്കെ കാണൂലേ അതിനടുത്ത് കൂടെ പോകുമ്പോ?
വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ല. അവിടെ ആർക്കും അസൂയയില്ല, പകയില്ല, എത്തിനോട്ടമില്ല, ആരെയും വിഷമിപ്പിക്കലില്ല. അങ്ങനൊന്നും അവിടെ ഉണ്ടാവുന്നില്ല. ഇന്ന ഫിൽ ജന്നതി ലഗുറഫാ യുറാ ളാഹിറുഹാ മിൻ ബാതിനിഹാ വബാതിനുഹാ മിൻ ളാഹിരിഹാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ചോദിച്ചു, നബിയേ, ആർക്കാണ് നബിയേ, ആർക്കാണ് നബിയേ ഈ വീടുള്ളത്? അത് ആർക്കൊരുക്കി വെച്ചതാണ്? അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. ലിമൻ അത്വാബൽ കലാം വഅത്അമത് തുആം താബഅ സിയാം സ്വല്ലാ ബില്ലൈലി വന്നാസു നിയാം. 4 കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ് ഈ സ്വർഗ്ഗ വീട് ഒരുക്കി വെച്ചു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലിമൻ അത്വാബൽ കലാം, നല്ല വാക്ക് പറയുന്നവർ, ഖൗലൻ സദീദ, പരുഷമായ വാക്ക് ഉപയോഗിക്കാത്ത, പരുഷമല്ലാത്ത വാക്ക് ഉപയോഗിക്കുന്നവർ. ലിമൻ അത്വയബൽ കലാം വഅലാനൽ കലാം, അങ്ങനെയും വന്നു ഹദീസിൽ. ലിമൻ ത്വയ്യബൽ കലാം, അങ്ങനെയും വന്നു. ഏറ്റവും നല്ല വാക്ക് പറയാ. സത്യവിശ്വാസികളുടെ വാക്കുകൾ അങ്ങനെയാവണമെന്നാണ്. നല്ലതേ പറയാവൂ, അത് സൗമ്യമായേ പറയാവൂ. അഹങ്കാരത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ചുകൂടാ, പരുഷമായി സംസാരിച്ചുകൂടാ. അങ്ങനെയാണ് അത്വയബൽ കലാം. ലിമൻ അത്വാബൽ കലാം, സംസാരം വളരെ മൃദുവായി നല്ല നിലക്ക് ഹബീബായ തങ്ങൾ പറഞ്ഞ പോലെ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും വഅത്അമത് തുആം, ഭക്ഷണം കൊടുത്തവർ, ജനങ്ങൾക്ക്, പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക്, നമ്മളറിയാത്ത സ്ട്രേഞ്ചേഴ്സിന്, മനുഷ്യരായ മനുഷ്യർക്ക്, കഷ്ടപ്പെടുന്നവർക്ക്, ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുക. ഇതൊരു വലിയ കൂലിയുള്ള കാര്യമാണ്. നമ്മുടെയൊക്കെ സംസ്കാരത്തിൽ അഹ്ലുസുന്ന ജമാഅത്തിന്റെ നമ്മുടെ പല ഇബാദത്തുകളുടെയും ഭാഗമായി ഭക്ഷണ വിതരണം കാണും. ഭക്ഷണം വിതരണം ചെയ്യാൻ ഒരു മഹാൻ അനുസ്മരിക്കുകയാണ്, ഒരു നേർച്ച നടക്കുകയാണ്, ഒരു ഉറൂസ് നടക്കുന്നു, അവരനുസ്മരിക്കുന്ന സമയമാണ്. ആ പുണ്യമായ നേരത്ത് ഭക്ഷണ വിതരണം എന്നൊരു പുണ്യകർമ്മം. ആളുകൾ ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിപ്പിക്കുക അല്ലാഹുവിന് ഇഷ്ടമാണ്. ഭക്ഷണം കഴിപ്പിച്ചവർക്ക് റമദാൻ കഴിഞ്ഞതിന്റെ ശേഷവും സുന്നത്തായി നോമ്പെടുക്കുന്ന ആളുകൾക്ക്, നോമ്പ് നിരന്തരം എടുക്കുന്നവർക്ക് ജനങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർക്കും അല്ലാഹു ഒരുക്കി വെച്ചു. അകത്തു നിന്ന് പുറവും പുറത്തു നിന്ന് അകവും കാണപ്പെടുന്ന സ്വർഗീയ ലോകത്തെ സവിശേഷമായ മനോഹരമായ വീടുകൾ ഇവർക്കാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമുക്ക് ആ കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. 4 വിഷയമാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് അത്വാബൽ കലാം, അലാനൽ കലാം, അല്ലെങ്കിൽ ത്വയ്യബൽ കലാം, സംസാരം മൃദുവാക്കുക. ചെയ്യാൻ വല്ല പ്രയാസമുണ്ടോ? ഇല്ല. ചൂടാവാണ്ടിരിക്കാം. ചൂടാർക്കും ഇഷ്ടമല്ല, പിന്നെ ഇപ്പം എന്തിനാ ചൂടാന്ന്? അപ്പോ കാര്യങ്ങൾ വളരെ മനോഹരമായി സൗമ്യമായി പറഞ്ഞു കൊടുക്കുക. അത്വാബൽ കലാം, അത്വഅമത് തുആം. റമദാനൊക്കെയാണ്, നോമ്പ് തുറപ്പിക്കുന്നു. റമദാൻ കഴിഞ്ഞ് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ, ബന്ധുക്കളൊക്കെ വിളിച്ചിട്ടൊരു ഭക്ഷണം, അയൽവാസികൾക്കൊക്കെ ഒരു ഭക്ഷണം. കല്യാണവും സൽക്കാരം ഉണ്ടായിട്ട് മാത്രം ഭക്ഷണം കൊടുക്കണമെന്നുണ്ടോ? ഇല്ല. കഴിവുള്ള ആളുകളൊക്കെ ആണെങ്കിൽ, പാവപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവരൊക്കെ ഒന്ന് വിളിച്ചൊരു ഭക്ഷണം. അത്വഅമത് തുആം. താബഅ സിയാം. അഫ്ളലു സിയാമി സിയാമി ദാവൂദ സിയാമു ദാവൂദ അലൈഹിസ്സലാം കാന യസൂമു യൗമൻ വയഫ്തുറു യൗമാ. അല്ലാഹുവിന് ഇഷ്ടമുള്ള നോമ്പ് ദാവൂദ് നബിയുടെ നോമ്പായിരുന്നു. യസൂമു യൗമൻ വയഫ്തുറു യൗമാ. അവര് സുന്നത്തായി നോമ്പ് അനുഷ്ഠിക്കുമ്പോ ഒരു ദിവസം എടുക്കും, അടുത്ത ദിവസമില്ല, പിറ്റേന്നുണ്ട്, പിറ്റേന്നില്ല, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നോമ്പെടുക്കുന്ന ശീലം ദാവൂദ് നബിക്കുണ്ട്. അത് അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാൻ കഴിഞ്ഞാലും നോമ്പെടുക്കുക. പ്രത്യേകിച്ച് യൗമുൽ ഇത്നൈൻ വൽ ഖമീസ്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ച ദിവസങ്ങളിൽ, അയ്യാമുൽ ബീദിന്റെ അറബ് മാസം 13, 14, 15 ദിവസങ്ങളിൽ പുണ്യമായി വരുന്ന മറ്റു സവിശേഷമായ ദിനങ്ങളിലൊക്കെ സുന്നത്ത് നോമ്പെടുത്തുകൊണ്ടിരിക്കുക.
അവർക്കും ഈ സ്വർഗലോകത്തെ വീടുണ്ട്. എല്ലാരും കടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റ് 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നവരെ അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ് സവിശേഷമായത്. കാരണം ജനങ്ങളെല്ലാവരും ചെയ്യുന്നതല്ല ഇത്, സവിശേഷമല്ലേ? അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്ന സ്വർഗമല്ല, നിങ്ങൾക്ക് നൽകുന്ന സ്വർഗം സവിശേഷമായ സ്വർഗമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നു. ഈ ഗുണങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താനും ശീലമാക്കാനും കാരുണ്യവാനായ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഒന്ന് എഴുന്നേറ്റ് ഒരു സ്വലാത്ത് ചൊല്ലിയിരിക്കുകയാണ്. സ്റ്റേജിൽ മുള്ളവർ എഴുന്നേൽക്കരുത്. ജസാക്കുമുല്ലാഹ്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഹബീബിന്റെ ഹളറത്തിലേക്ക് ഈ സ്വലാത്ത് സലാമുകൾ അല്ലാഹുവേ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.